ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. ആ മല കണ്ടോ, ആ മലയുടെ മുകളിൽ ഒരു ടവർ കണ്ടോ, അതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾക്ക് അവിടം വരെ എത്തണം. അപ്പോൾ ഇത് നമ്മൾ കാറിലാണ് പോയത് അങ്ങോട്ട്. നമ്മളുടെ കൂടെ വേറെയും ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 4 ഫാമിലീസ് ഉണ്ട്. 4 പേര് 4 കാറിലാണ്. അപ്പോൾ ആദ്യം നല്ല ചെറിയ റോഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം റോഡൊന്നുമില്ല, ചെറിയൊരു പാത. ഇത് നടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പാതയാണ്. ഇവിടെ കൂടുതൽ ആൾക്കാർ ട്രക്കിങ്ങിനാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് ക്ലിംഗ്ബർഗ് ആം മെയിൻ എന്ന് പറയുന്ന ചെറിയൊരു ടൗണാണ് ബയേണിൽ. ബയൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ് ഇവിടുത്തെ. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ടൗണാണിത്. ഇതിന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാടാണിത് ശരിക്കും. പക്ഷെ ഇപ്പം നിങ്ങൾക്കറിയാം, വിൻ്ററാണിവിടെ. അപ്പം മരത്തിലൊന്നും ഇലയുമില്ല, ഒന്നുമില്ല. ഉള്ള ഇലയെല്ലാം ഉണങ്ങി താഴെ കിടപ്പുണ്ട്. പക്ഷെ സമ്മറിലാകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഡീപ്പ് ഫോറസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതിപ്പോൾ നമുക്ക് ഈ മലയിൽ നിന്ന് അപ്പുറം മല കാണാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വിൻ്ററിലായതുകൊണ്ട്. മൊത്തം സ്നോയും ഒക്കെ വീണിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റിൽ അല്ലെങ്കിൽ ഈ മലയുടെ ഏറ്റവും മുകളിൽ ഒരു വീടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, ഇവിടെ ജർമ്മനിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടിനും അതിൻ്റേതായ അഡ്രസ്സ്, അതായത് സ്ട്രീറ്റ് നെയിം ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ കാടിന് നടുക്കുള്ള വീടിന് ഒരു സ്ട്രീറ്റ് നെയിം ഇല്ല. കാരണം ഇത് ഒറ്റപ്പെട്ട നിലയിൽ ഒരു വീട് മാത്രമായിട്ട് അവിടേക്ക്, അതും തടി കൊണ്ടുണ്ടാക്കിയ വീടാണ്. അതിൻ്റെ മുന്നിൽ കണ്ട ടവറാണ് ഞാൻ മുമ്പേ ആരോ മാർക്കിട്ട് കാണിച്ച ടവർ. അപ്പം നമ്മൾ ഇങ്ങനെ താഴേന്ന് മുകളിൽ കാറിലെത്താനായിട്ട് ഒരു 20-25 മിനിറ്റ് എടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ കൂടുതൽ നടന്നാണ് പോകുന്നത്. ട്രക്കിംഗ് ചെയ്യാനാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞ ഈ വീടിൻ്റെ അടിയിൽ റെസ്റ്റോറൻ്റാണ്, ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വരാം, അവിടെ ഇരുന്ന് റെസ്റ്റോറൻറ്റിൽ ബീറൊക്കെ അടിക്കാം, എന്തെങ്കിലും ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ട്രക്കിംഗ് ഒന്നുമില്ല, നമ്മൾ നേരെ കാർ എടുക്കുക, അങ്ങനെ ചെല്ലുക, അവിടെ പോയി ഇറങ്ങുക. അതാണ് നമുക്ക്. ഈ തണുപ്പത്തൊന്നും ട്രക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര തണുപ്പാണ്. സമ്മറിലാവട്ടെ, നമുക്ക് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് നോക്കാം. ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് വിൻ്ററിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാട്ടുപന്നിയും ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറയണത്. അപ്പം നമ്മൾ സ്ഥലത്തെത്തി. കണ്ടോ, മൊത്തം മരങ്ങൾ മാത്രം. ഇവിടെ ഒരു മനുഷ്യനോ ഒരു വീടോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ടവറിൻ്റെ അവിടെ എത്തി. ഇപ്പം ഇനി ഞാൻ താഴോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. കണ്ടോ, അവിടെ താഴെ നിന്നാണ് ഞാൻ ആദ്യത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ആ താഴത്തെ ആ പുഴയുണ്ട് അവിടെ. പിന്നെ ചെറിയ ക്ലിംഗ്ബർഗ് ആം മെയിൻ എന്ന് പറഞ്ഞ ചെറിയൊരു ടൗൺ. അവിടെ വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ടവറാണ് നമ്മൾ താഴെ വെച്ച് കണ്ടത്. അതിൻ്റെ അടുത്തെത്തി നമ്മൾ. അപ്പോൾ ഇവിടെ മരമൊക്കെ മുറിച്ചിട്ട് ഇവരിങ്ങനെ ഓരോ ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ട്രക്കിങ്ങിനാർക്ക് ടിപ്പും ട്രിക്സും ഒക്കെ എഴുതി വെച്ചൊരു ബോർഡ്. വേറൊരു മരം മുറിച്ച്, അത് നല്ല രസമുണ്ട് അല്ലേ, ഒരു ഇല ഷേപ്പാന്ന് തോന്നുന്നു. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈൻ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. പന്നിയൊക്കെ ഉണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പന്നിയൊക്കെ കാണാം അത്രയൊക്കെ ദൂരം പോയാൽ. നമ്മളത്രയൊന്നും ദൂരമൊന്നും പോകുന്നില്ല, നമ്മളിവിടെ തന്നെയാണ്. ഇപ്പം സന്ധ്യയായി, നോക്ക്, നല്ലൊരു വ്യൂ അല്ലേ, ആ ഒരു സൺസെറ്റ് ചെയ്യുന്ന ടൈമും ഒക്കെ. നമ്മളിനി ഇതിൻ്റെ മേലോട്ടൊന്ന് കയറിയാലോ എന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് നിന്ന് ചെയ്യാം, കാണാമല്ലോ വ്യൂ എങ്ങനെയുണ്ട്, ക്ലിംഗ്ബർഗ് ആം വ്യൂ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 5 മണി വരെ ഈ ടവറിൽ കയറാൻ പാടുള്ളൂ എന്ന്. അപ്പം നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ഇവിടെയാണ്, ഈ ടവറിലല്ല. ഇതിന് താഴെ ഒരു വീടുണ്ട്, കണ്ടോ, ആ വീട്ടിലാണ് ഞാൻ പറഞ്ഞത്. ആ വീട്ടിലാണ് നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ടവറിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി കയറുകയാണ്. കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, ചെറിയൊരു പുഴ, പിന്നെ ചെറിയൊരു ടൗണ്, അതിനപ്പുറത്ത് സൺസെറ്റ്, മല. ഓ വാ, അത് കാണാൻ തന്നെ ഒരു രസമാണ്. നമ്മുടെ ഫോറസ്റ്റിൽ, ഇലയില്ലാത്ത ഫോറസ്റ്റ്, കുഴപ്പമില്ല. നമ്മളുടെ വീട്, നമ്മളുടെ കാറുകളെല്ലാം താഴെ കിടപ്പുണ്ട്. വേറെ ആരുമില്ല, ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ. കാരണം ഒത്തിരി പേർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ തന്നെ 8 പേരും പിന്നെ കുട്ടികളും എല്ലാം കൂടെ 10-15 പേരുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മളിവിടെ എത്തിയത്. അടുത്ത വീഡിയോയിൽ ഞാനപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബൈ.